വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയാണെന്നാണ് കേൾക്കുന്നത്. അതായത് ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളത തിരിച്ചു വരുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്തായാലും അത് അവർ തമ്മിലുള്ള ബന്ധം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു ബന്ധം വഷളായി എന്നുള്ള കാര്യം സത്യമാണ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ. അപ്പോൾ അത് ഈ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അത് ഈ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ചെളിവാരി എറിയുന്ന പരിപാടി കാണിച്ചത്. ബ്രാഹ്മണൻ തൊട്ട് അങ്ങോട്ട് പല പല കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ എന്തായാലും പീയൂഷ് ഗോയൽ നമ്മുടെ വ്യവസായ മന്ത്രി അങ്ങോട്ട് പോയിട്ടുണ്ട്. മാർക്കോ റൂബിയോ എന്ന് പറഞ്ഞാൽ അവരുടെ വിദേശകാര്യമന്ത്രി കണ്ടു. ഒപ്പം ജയശങ്കറും ഉണ്ട്, വിദേശകാര്യമന്ത്രി ജയശങ്കറും ഉണ്ട്. അവർ കാണുന്നു എന്നറിയുന്നു. അപ്പോൾ ഇത്തവണ വ്യാപാര കരാർ എന്താണ് സത്യമാവുകയാണ് എന്നാണ് കേൾക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ഒരു ചോദ്യം എന്തെന്ന് പറഞ്ഞാൽ, താരിഫ് അങ്ങനെ തന്നെ നിലനിൽക്കുമോ അതോ താരിഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ? മാറ്റം ഉണ്ടാവും എന്നാണ് വിചാരിക്കേണ്ടത്. കാരണം ഇതിനകത്ത് ഈ താരിഫൊക്കെ ഉണ്ടായത് തന്നെ ഈ വ്യാപാര കരാറിനകത്ത് ഉള്ള പ്രശ്നമാണെന്ന് വേണമെങ്കിൽ കരുതാം. മേക്ക് അഗെയിൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യം കൊണ്ട് പുള്ളി വന്നു. പുള്ളിയെ കുറ്റം പറയാനൊക്കത്തില്ല. കാരണം ഈ ആ രാജ്യത്തിൻ്റെ വെളിയിൽ കാണുന്നതുമല്ല കോട്ടിട്ട് ദരിദ്രവാസിയുടെ അവസ്ഥയിലേക്ക് പോവുക. രാജ്യം ഭയങ്കരമായിട്ട് കടമൊക്കെയാണല്ലോ. 30 ലക്ഷം കോടി ഡോളറിൻ്റെ കടമുണ്ടെന്നാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇയാൾ വന്ന് ചാടിക്കയറിയിരുന്നെങ്കിൽ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കി. പിന്നെ ഇയാളുടെ ശരീരഭാഷ എന്നെ യോഗിക്കുന്നതല്ല. പുള്ളി പറഞ്ഞ പഴയതുപോലെ ആൾക്കാർ കേൾക്കുമെന്ന് പുള്ളിക്ക് തോന്നി. അത് കേൾക്കാതെ വന്ന് ആകെ പാടെ വിട്ടു. മനസ്സിലായില്ലേ? ഇപ്പം അമേരിക്കയില്ല ഗ്രേറ്റ് അഗെയിൻ പോലെ ഇപ്പം എളുപ്പം തന്നെ ചപ്പാത്തി അടിക്കുന്ന ലക്ഷണത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിനകത്ത് അയാൾ പ്രയോഗിച്ച ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ, ഒരു സാധനം നമ്മൾ പറയത്തില്ലേ, പുലിയൊക്കെ നമ്മൾ പരിശീലിപ്പിക്കുന്ന കേട്ടുണ്ടോ? ആദ്യമേ ഇതിനെ കുഞ്ഞുനാളിൽ ചൂട് കമ്പി പഴിപ്പിച്ച് ദേഹത്ത് വിട്ടിട്ടാണ്, എന്നിട്ട് പിന്നെ ഈ കമ്പി കാണുമ്പോൾ ഇവന് എപ്പോഴും ചൂട് കാണും. ഇതേ രീതിയിലേക്കുള്ള ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് വേറെ ട്രിക്കായിരുന്നു പുള്ളി ഉപയോഗിച്ച്. ആണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ അഭിപ്രായം ആരാഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ഇന്ത്യ ഒരു വിഷയത്തിനകത്ത് എന്ത് നിലപാടെടുക്കുന്നു എന്ന് കണ്ട് നിലപാടെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വളരെ കാലം കൊണ്ട്. കാരണം ഇന്ത്യ എടുക്കുന്ന നിലപാട് ജെന്യൂനായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് അത് ലോകത്തിൻ്റെയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയും നടത്തേക്ക് ഗുണമാകുന്നതായിരിക്കും. ഇപ്പം ഇയാൾ ആ ബുദ്ധിയാ പ്രയോഗിച്ച് ആദ്യമേ എന്തോന്നറിയാം, ഇന്ത്യയെ കൊണ്ട് ഒരു വ്യാപാര കരാർ ഒപ്പിടിക്കുക. അതിനുശേഷം അപ്പോൾ ബാക്കിയുള്ളവർ നിരന്ന് ഒപ്പിടും എന്നാ നോക്കിയത്. അത് പുള്ളി അങ്ങ് അനൗൺസ് ചെയ്യുകയും ചെയ്തു. വ്യാപാര കരാർ ഇല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ താരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകത്തെല്ലായിടത്തും നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഒപ്പിടാൻ ചെന്ന് അവിടെ ചെന്ന് സംസാരിച്ചങ്ങ് വഷളായിരുന്നു. ജയശങ്കറും പീയൂഷ് ഗോയലും ഒക്കെ ആദ്യം പീയൂഷ് ഗോയൽ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ വാർത്താ ഏജൻസികൾ പറഞ്ഞത്, പീയൂഷ് ഗോയൽ പറഞ്ഞു നമുക്ക് താല്പര്യമില്ല, നമ്മുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ താല്പര്യമാണ്, ആ താല്പര്യത്തിനനുസരിച്ചെങ്കിലും രോഗം നടക്കുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞു. അതേസമയം ജയശങ്കറും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരിഞ്ഞ് കയറിപ്പോകുന്നു. എന്നിട്ട് പിന്നെ അതിനുശേഷമാണ് ഈ താരിഫ് യുദ്ധമൊക്കെ മുറുകുന്നത്. അതെന്റെ പറഞ്ഞതുപോലെ അന്നാ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് പുള്ളി ആരും ഓപ്പറേഷൻ സിന്ദൂറിൽ ആരും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അതെ മൊത്തത്തിൽ പുള്ളിക്ക് കിളി അങ്ങ് പോയി. എന്നാ കാണിച്ചു തരാം അവിടെ താരിഫും അവിടുന്ന് മേടിക്കുന്ന എല്ലാം. അവസാനം പുള്ളി കാണിച്ചതെല്ലാം നമ്മൾ അവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ. ആദ്യമേ റഷ്യക്കെതിരെയുള്ള ഈ താരിഫിന്റെ കാര്യം പറഞ്ഞ് അന്ന് തന്നെ നമ്മൾ കൊണ്ടുവന്ന അരി അങ്ങ് ഇറക്കുമതി ചെയ്തു. ഏതാ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഓരോ പ്രാവശ്യവും ഈ പറയുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്ന് റഷ്യൻ എണ്ണ മേടിച്ചാൽ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ നമ്മൾ 25 ബാരലൂടെ അധികം മേടിക്കും. അടുത്ത പ്രാവശ്യം പറയും 25 ബാരൽ ഞാനൊരു നമ്മുടെ ഒരു ഭാഷയിലേക്ക് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ വീണ്ടും മേടിക്കും. റഷ്യ ഇത് കേൾക്കുമ്പോൾ പറയാം ഡിസ്കൗണ്ട് 5%, അടുത്ത പ്രാവശ്യം ഡിസ്കൗണ്ട് 8%. അപ്പോൾ ഇത് പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള ലോകത്ത് ഇവൻ്റെ കീഴിൽ നിന്നിട്ട് നേരത്തെ ഒപ്പിട്ട ജപ്പാനും അല്ലെങ്കിൽ ഈ പാവം പിടിച്ച ഇവരെയൊക്കെ ഇയാളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം അങ്ങ് പെട്ടില്ലേ. എന്തോ ഒരു അബദ്ധമാണ് കാണിച്ചത്. അവസാനം ഈ ബാക്കിയുള്ള ആസ്ട്രേലിയ ഉൾപ്പെടെയുള്ള നമ്മൾ മാധ്യമങ്ങൾ അവിടുത്തെ ആ രാജ്യത്തെ കണ്ടുപിടി വല്ലവൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടിലടയുന്ന പരിപാടിയൊന്നുമില്ല, കുടുങ്ങിയിരിക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ലേ. അവരവരുടെ താല്പര്യം നമുക്കെന്തെങ്കിലും നിന്നാലൊക്കെ നമ്മളെന്തോ വല്ലൻ്റെ അച്ചാരം മേടിച്ചാന്ന് നമ്മൾ ഈ രാജ്യത്ത്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉണ്ടേ പോരെ. നമുക്ക് അമേരിക്കയുടെ അത്രയും വലിപ്പമൊന്നും നമുക്കില്ല, നമുക്ക് ചെറിയ വലിപ്പമേ ഉള്ളൂ. എന്നാലും നമുക്ക് നമ്മുടെ ഒരു അഭിമാനമൊക്കെ ഇല്ല. ഇതങ്ങോട്ട് പറയാൻ തുടങ്ങിയില്ല. അവൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടു. അന്നേരം അയാൾ പറഞ്ഞു അവിടെ ചോട്ടി എന്ന് യൂറോപ്യൻ കൺട്രീസിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ട്രംപ് പറഞ്ഞില്ലേ, ആണ്ട ഞാൻ 50 അടിച്ചു നീ 100 അടിക്കണം. കൊച്ചാണ്ട പണിയൊക്കെ ചേട്ടൻ ഈ കാര്യങ്ങൾ പറയുന്നതൊക്കെ എല്ലാം അങ്ങ് ചെയ്തു തരാനൊന്നും പറ്റത്തില്ല. കാര്യമൊക്കെ ശരിയാതെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല നാളെ കാലത്തും ചിലപ്പോൾ സഹായം വേണ്ടി വരും. എന്നാലും എല്ലാ കാര്യവും ഒന്ന് അംഗീകരിച്ച് വരും പറഞ്ഞത്. അപ്പോൾ ഇയാൾ ചെന്നാൽ ECC എടുത്ത് ചെന്നപ്പോഴും പറഞ്ഞു
പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ചില കാര്യങ്ങളുണ്ട്. കൊച്ചാണ്ടൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. നമ്മൾ ഇതൊക്കെ ചില കാര്യം പറയുന്നത് ഒന്നും വിചാരിക്കുകയും ചെയ്യരുത്. അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആകെപ്പാടെ ഇയാളല്ലാതെ വേറെ ആരും ഇല്ലാതായി. കാരണം ഇയാളുടെ കൂടെ സമാനമായിട്ടൊരു നീക്കം നടത്താൻ ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളവർ പോലും ഇന്ത്യക്കെതിരെ നിൽക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെക്കാട്ടി മുമ്പേ നമ്മളവിടെ കൊണ്ടുവന്ന് ബ്രിട്ടനിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുണ്ടാക്കി മറ്റ് ഫ്രാൻസുമായിട്ട് ഇപ്പം നമ്മളെ വിട്ട് ഫ്രാൻസിന് നിൽക്കാൻ ഒക്കും, ജർമ്മനിക്ക് നിൽക്കാൻ ഒക്കും, അല്ലെങ്കിൽ എതിരായതിന് നയിക്കാൻ ഒക്കും. അവരിതിലേക്കായി. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന് ട്രിക്കുകൾ മൊത്തം പരാജയപ്പെട്ടു. അവസാനം ട്രംപിനാണെങ്കിൽ എളുപ്പം പറ്റുമല്ലോ, ഒരു നാണോ ഇല്ലാത്തവനാണല്ലേ. രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. അന്നേരമാണ് ഒരു ബർത്ത്ഡേ വന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ കൂടി ചാടി വീണ്ടും അപ്പം നമ്മളിപ്പോൾ അപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാന്ന് പറയുന്നുണ്ട്. നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ ഈ ട്രംപിന്റെ സ്വഭാവം ചെയ്തിട്ട് നമ്മൾ ഒന്നാന്തരം ഗുജറാത്തിയാണ്. ഗുജറാത്തിയുടെ സ്വഭാവം അറിയാമല്ലോ, നല്ല ഒന്നാന്തരം കച്ചവടക്കാരനാണ്. മോദി സോറി ട്രംപ് അല്ല, മോദി ഒന്നാന്തരം ഗുജറാത്തിയാ. അപ്പം ഈ നല്ല കച്ചവടക്കാരനാണ്. ഇന്നലെ ഇപ്പോൾ ഇയാൾ ഇറങ്ങിയിരുന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഇന്ന് നല്ല ലാഭത്തിൽ സാധനം തരുമെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. അപ്പം ഇന്ന് സംസാരിക്കുന്നു. ഇപ്പം മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളൊരു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനമില്ല. അല്ലെങ്കിൽ പീയൂഷ് ഗോയലും അല്ലെങ്കിൽ ജയശങ്കറും അത്തരത്തിൽ സംസാരിച്ച് ധാരണയിലെത്തുന്നു പറഞ്ഞ് ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകും എന്ന് തന്നെ വിചാരിക്കും. അതോടുകൂടി നമ്മൾ ഈ പറയുന്നത് പോലെ ഇതുവരെ തർക്കിച്ചിരുന്നത് നമുക്ക് യോഗ്യമാകുന്നതും അവർക്ക് യോഗ്യമാകുന്നതുമുള്ള ഒരു കരാറാണ്. അതേ രീതിയിൽ കരാർ വരും. പിന്നെ കയറ്റിയും ഇറക്കിറക്കും താരിഫിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരും. അല്ലാതെ ഒരു വ്യാപാര കരാർ മാത്രം വെച്ചിട്ട് താരിഫ് നോക്കത്തില്ല. ഇതെല്ലാം ഇടപെടുത്തു. അതായത് അങ്ങനെ പോകാൻ പറ്റൂ. ഇന്ത്യയെ പോലുള്ള മഹാരാജ്യത്ത്, അതായത് നേരത്തെ നമ്മൾ പല ടോക്കിനകത്ത് ചർച്ച ചെയ്ത പോലെ 30 കോടി ജനം ഔദ്യോഗികമായിട്ട് അമേരിക്കയിലുള്ളത്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 140 കോടി ജനത്തിന് പോകും. 140 നമ്മൾ പറയുന്നെങ്കിലും അത്രയൊന്നുമല്ല. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം. ഇതിനകത്തൊരു 50-60 കോടി ജനമുണ്ടല്ലോ. ഈ പറയുന്ന കൃത്യമായിട്ട് അമേരിക്കയെ വാങ്ങൽ ശേഷി ഭയങ്കരമായിട്ടുള്ളവരാണ്. കളിച്ചാൽ കളി പാളുന്ന രാജ്യമാണ്. അതായത് സ്വന്തമായിട്ട് ആഭ്യന്തര വിപണിയുള്ള രാജ്യം. ഒരു ലോകത്ത് ചൈനയ്ക്ക് പോലും ഇല്ലത്. ഇത്രയും ആഭ്യന്തര, കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇവിടെ വിൽക്കാൻ പറ്റും. ഇച്ചിരി ലാഭം കുറയുന്നേ ഉള്ളൂ. അപ്പം ഇട്ടക്സാരം പറഞ്ഞ പോലെ ലാഭമൊന്നും കുറയത്തില്ല, കൃത്യമായിട്ട് വിറ്റാൽ മതി. ഇച്ചിരി റിസ്ക് എടുക്കണമെന്നേ ഉള്ളൂ. ഇത് ഇന്ത്യക്കാരതിന് തയ്യാറായി. അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിൽ നമുക്ക് കഴിയും എന്നുള്ള ഒരു കാര്യം ഒരു മനുഷ്യൻ ഈ ഇന്ത്യൻ ജനതയെ നേരത്തെ നമ്മളത് തെളിയിച്ചിട്ടുള്ളവരെ, എന്നാലും അതിനകത്ത് യാതൊരു തർക്കവുമില്ല, അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ കൂടെ ട്രംപിന്റെ നെഞ്ചത്തുള്ള റീത്തായിട്ടാണ് GST ഇളവും കൂടെ വാങ്ങൽശേഷി കൂട്ടി. അതാ ഞാനീ പറഞ്ഞതാ, കഴിയുമെന്നുള്ള കാര്യം. ഒരു മനുഷ്യൻ നിന്ന് നേരെ എന്നങ്ങ് പറയും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവരിറങ്ങി അങ്ങ് നിൽക്കുമല്ലേ. നമ്മുടെ ഇന്ത്യയിലെ ഒരു ഭരണാധികാരി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര പൊട്ടന്മാരാണ് ആൾക്കാർ. പണ്ട് പാത്രം കുട്ടിയോ കൊറോണ പോവോ, അല്ല കേൾക്കണം എന്നൊക്കെ പറയും. ഇപ്പോഴും അവന്മാർ പറയുന്നുണ്ട് ചില ഈ ഊളന്മാര്. പുള്ളി പാത്രം കുട്ടിച്ച കൊറോണ പോനാ അല്ല മെഡിക്കൽ അല്ല. അയാള് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇന്ത്യയിൽ എത്ര ജനം ഏറ്റെടുക്കുമെന്ന് തെളിയിക്കാനല്ല, അത് പരീക്ഷിച്ചതാണ്. എന്ന് വെച്ചാൽ അതിനുശേഷം അദ്ദേഹം ഇവിടെ നമ്മുടെ ഇത് കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ അദ്ദേഹം ഇത് മറ്റത് ഇത് ഏർപ്പെടുത്തിയില്ലേ, നമ്മളെ വെളിയിലിറങ്ങാൻ പറ്റാത്തതിന് പേരെന്നാൽ കർഫ്യൂ ഏർപ്പെടുത്തിയില്ലേ. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം വിളക്ക് കത്തിക്കാൻ പറഞ്ഞു, എല്ലായിടും കത്തിച്ചില്ലേ. അപ്പം മോദിക്ക് മനസ്സിലായി ഞാൻ പറയുമ്പോൾ ഇന്ത്യക്കാർ കേൾക്കും. പാത്രം കൊട്ടാൻ പറഞ്ഞ ബുദ്ധിയുള്ളവന് മനസ്സിലായി എന്തുവാന്ന്. വൈകിട്ട് ഇറങ്ങിയെന്ന് എല്ലാവരും പാത്രം കൊട്ടിയോ? നിങ്ങൾ കാണേണ്ടതായിരുന്നു അത്രയ്ക്ക് ജനം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നമ്മൾ പറഞ്ഞ നമ്മുടെ ഇന്ത്യക്കാർ കേൾക്കും. അല്ല അന്നേരം ഇപ്പോഴും സുഡാപ്പിയുടെ വരും പാത്രം കൊട്ടിയോ കൊറോന പോവോ. ഇവന്മാർക്ക് നേരം വെളുക്കുമ്പോഴത്തേന് കാര്യം തീരും. അപ്പൊ അതേ രീതിയിലേക്കുള്ള പാത്രം കൊട്ടാൻ പറഞ്ഞത് തന്നെ ഈ ആതുര സേവനം അവർക്ക് റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി. അതെ അപ്പൊ അതെല്ലാം കൂടെ അതിനെ അവർ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. അല്ല കൊറോണ പോകുമെന്ന് മോദി ഒരിടത്തും പറഞ്ഞു ഇല്ലെന്ന്. കൊറോണ പണ്ട് 15 ലക്ഷം രൂപ എല്ലാവരും അക്കൗണ്ടിൽ കൊടുക്കാന്ന് പറഞ്ഞ പോലെ ഉണ്ട്. പുള്ളി പറഞ്ഞത് ഇവിടുന്ന് വെളിയിൽ പോയേക്കുന്ന പൈസ അത് കുറെ നാൾ ഓടി. ഇപ്പോഴും ഓടിക്കുന്നുണ്ടെന്ന്. നമ്മുടെ കേരളത്തിലെ കൈരളി TV പോലുള്ള ചാനലുകൾ ഇപ്പോഴും അല്ല ഇപ്പോഴും അത് തന്നെ പറഞ്ഞു നടക്കുന്നവരും ഉണ്ട്. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതേ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ. അപ്പം ഇതിനകത്തും അത് തന്നെയാണ്. ഈ വ്യാപാര കരാർ വരും, നമ്മൾ പറയുന്നിടത്ത് നിൽക്കും, നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കും. നമുക്ക് 2 ഗുണമോ, അവൻ പഴയതുപോലെ വ്യാപാരം നടത്തുകയും ചെയ്യുക, നമ്മൾ ഈവൻ വ്യാപാരം നിർത്തിവെക്കുമെന്ന് കണ്ടുകൊണ്ട് നമ്മളൊരു കരുതലും പുതിയ കുറെ നല്ല മേഖലയൊക്കെ തുറന്നായിരുന്നല്ലോ. അതോടുകൂടി നമ്മുടെ വ്യാപാരം വിപുലമായി.
അല്ലെങ്കിൽ ഈ യൂറോപ്യൻ കൺട്രീസിൽ ചെമ്മീനെ 100 കമ്പനികൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞപ്പോൾ 164 നമ്മൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചില്ലേ. അപ്പോൾ 64 ഇരട്ടിയായില്ലേ എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഇവൻ മേടിച്ചുകൊണ്ട് സാധനം ഇവൻ മേടിക്കത്തില്ലെന്ന് കണ്ടുകൊണ്ട് ലോകം മൊത്തം അതിനുള്ള മേടിക്കാനുള്ള സ്ഥലം കണ്ടെത്തി. അപ്പോൾ ഇനി നമുക്കിനി സാധനം കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പം വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നു, ട്രംപ് മുട്ടുമടക്കി, ജയശങ്കർ കത്തിക്കയറി എന്നൊക്കെയുള്ള വാർത്തകളെ വരും.